തൃശൂരിൽ പുലികളി മഹോത്സവത്തിന് ഔദ്യോഗികമായി കൊടിയേറി. തൃശൂർ നടുവിലാലിന് സമീപം നടന്ന കൊടിയേറ്റിൽ ജനപ്രതിനിധികളും വിവിധ പുലികളി സംഘങ്ങളുടെ ഭാരവാഹികളും പങ്കെടുത്തു. ഈ മാസം 29-നാണ് പുലികളി തൃശൂരിൽ അരങ്ങേറുന്നത്. തൃശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ പുലികളിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. കരിമ്പുലിയും പുള്ളിപ്പുലിയും പെൺപുലിയുമെല്ലാം തൃശൂർ നഗരത്തെ വിറപ്പിക്കുന്ന കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം. 4-ാം ഓണനാളിൽ തൃശൂരിൽ നടക്കുന്ന പുലികളിയുടെ ഔദ്യോഗിക കൊടിയേറ്റ് നടന്നു. നടുവിലാൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ ചേർന്ന് കൊടിയേറ്റി. തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായ പുലികളിക്ക് എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ നിൽക്കുകയാണെന്ന് രാജൻ പല്ലൻ MLA പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃശൂർ പട്ടണത്തിലെ പുലിക്കളി മഹോത്സവം നടന്നു പോന്നിരുന്നു. 2014-15 കാലഘട്ടങ്ങളിലാണ് തൃശൂർ കോർപ്പറേഷൻ അത് ഏറ്റെടുത്തത്. കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുലിക്കളി മഹോത്സവം നടന്നു വരുന്നത്. തൃശൂർ കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് തൃശൂർ ടൗണിലെ 4 ഓണനാളിൽ പുലിക്കളി മഹോത്സവം നടന്നു വരുന്നത്. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കോർപ്പറേഷൻ കൗൺസിലർമാരും സന്നിഹിതരായി. പുലികളിക്ക് കോർപ്പറേഷൻ നൽകി വരാറുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു പുലികളി സംഘങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. ഇത്തവണ 9 പുലികളി സംഘങ്ങളാണ് തൃശൂർ നഗരത്തിൽ ഇറങ്ങുന്നത്. ഈ മാസം 29-നാണ് പുലികളി അരങ്ങേറുന്നത്. ജനം, തൃശൂർ.